ഒരുപാട് വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ് അരുണിനുണ്ടായിരുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ UK ചെന്ന് ബിരുദാനന്തര ബിരുദവും നേടി. പുതിയ മെഷീൻസിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയതിനു ശേഷം തിരികെ നാട്ടിലെത്തി. തൻ്റെ നാട്ടിൽ കുറച്ച് തൊഴിലാളികളെയും ചേർത്ത് അദ്ദേഹം ഒരു ഫേം തുടങ്ങി. അവിടെ ഏറ്റവും മികച്ച പുതിയ രീതിയിലുള്ള ഒരു വാഷിംഗ് മെഷീൻ നിർമ്മിച്ചു. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ വിപണിയിൽ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധം എന്നോണം അവയിൽ ഒന്നുപോലും വിറ്റുപോയില്ല എന്നുള്ളത് അദ്ദേഹത്തെ വളരെയധികം നിരാശനാക്കി. അങ്ങനെ വിഷമത്തോടെ തൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന അരുണിൻ്റെ അടുത്തേക്ക് തൻ്റെ ജോലിക്കാരിൽ ഒരാളായ ഒരു ചെറുപ്പക്കാരൻ ചെന്നു. സർ, വളരെ പ്രയാസത്തിലിരിക്കുന്നതായിട്ട് തോന്നി. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് തുറന്നു പറയാമോ? അരുൺ പറഞ്ഞു, ഒന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ വെറും താങ്കളുടെ ഒരു ജോലിക്കാരനാണ്. എങ്കിലും ചിലപ്പോൾ അത് തുറന്ന് സംസാരിച്ചാൽ ഒരാശ്വാസം കിട്ടിയേക്കാം. അങ്ങനെ അരുൺ തൻ്റെ ബുദ്ധിമുട്ടും തനിക്കുണ്ടായ താൻ നേരിട്ട പ്രശ്നവും ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ ഇങ്ങനെ പറഞ്ഞു, സർ, ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ഞാനും കുടുംബവും ഊട്ടിയിലേക്ക് യാത്ര പോയത്. അവിടെ നിന്നും എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു റോസാ ചെടിയും ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. 3 ദിവസം കഴിഞ്ഞില്ല, അത് കത്തിക്കരിഞ്ഞുപോയി, ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ രീതി പലതരം വ്യത്യസ്തമാണ്. അപ്പോൾ താങ്കൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ മെഷീൻസ് വളരെ മികച്ചതാണ്. ഒത്തിരി പുതിയ നൂതനമായ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ നാടുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ രീതിയുമായിട്ട് ഒത്തുപോകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിൽ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്ട്രാ മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാലോ എന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു നിർത്തി. അരുണിന്റെ കണ്ണിൽ ഒരു തിളക്കം മിന്നിമാഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, വരൂ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് മറ്റു ചില തൊഴിലാളികളെയും കൂട്ടിച്ചേർത്ത് അദ്ദേഹം ആ മെഷീൻസിൽ ചില മാറ്റങ്ങളും അഴിച്ചുപണികളൊക്കെ നടത്തി. ശേഷം അത് വീണ്ടും വിപണിയിൽ എത്തിച്ചു. അത്ഭുതം എന്നോണം മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ അവയെല്ലാം തന്നെ വിറ്റുപോവുകയും മികച്ച സാമ്പത്തിക നേട്ടം അരുണിന് നേടാനും സാധിച്ചു. നമ്മളിൽ ചിലരും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരെങ്കിലും നമ്മളോട് വന്ന് ചില ഉപദേശങ്ങളോ അല്ലെങ്കിൽ ചില ചൂണ്ടിക്കാണിക്കലൊക്കെ ചെയ്യുമ്പോൾ, ഇവൻ ആരാണ് എന്നെ ഉപദേശിക്കാൻ, അല്ലെങ്കിൽ ഇയാൾ ആരാണ്, അല്ലെങ്കിൽ ഇവളാരാണ് എന്നോട് പറയാൻ, എനിക്കിതൊക്കെ അറിയില്ലേ? അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഈഗോ വർക്കായെന്ന് വരാം. ആര് എന്നതല്ല, അവരുടെ പേരോ ജാതിയോ മതമോ നിറമോ ഭാഷയോ, അതിലുപരി അവരെന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത് നമുക്ക് എത്രമാത്രം ആവശ്യമാണ് എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ശരിയാണെങ്കിൽ മാത്രം, വീണ്ടും പറയുന്നു, നമുക്കത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇന്നയാൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ അതിനെ കേൾക്കാതിരിക്കരുത്. ചിന്തിച്ചു നോക്കൂ കേട്ടോ. താങ്ക് യു.